നമസ്തേ, ഐ എം ഗ്രിപ്സൺ, യോഗ ടീച്ചർ, വജ്ര പെരിയാർ ഹെറിറ്റേജ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന കണ്ടീഷനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് PCOD. നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഹോർമോണൽ ഇംബാലൻസ് ഇതിന് കാരണമാകുന്നു. ഇറഗുലർ പീരീഡ്സ്, എക്സസീവ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ആക്നെ, ഓവർവെയ്റ്റ്, ഒവേറിയൻ സിസ്റ്റ്, മൂഡ് സ്വിങ്സ്, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇൻസുലിൻ റെസിസ്റ്റൻസ്, സ്ട്രെസ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, തെറ്റായ ഭക്ഷണക്രമം ഇവയെല്ലാം ഇതിന് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യുക, ബ്ലഡ് ഫ്ലോ ക്രമീകരിക്കുക, ഇവയൊക്കെയാണ് നമുക്ക് ഇതിനായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അതിനായി ചില യോഗ ടെക്നിക്കുകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. നീട്ടി നിലത്തിരിക്കുക. ശേഷം കാൽമുട്ടുകൾ രണ്ടും സാവധാനം മടക്കി 2 കാലിൻ്റെ സോളും പരസ്പരം ചേർക്കുക. ശേഷം കൈകൾ രണ്ടും കാൽപാദങ്ങളിൽ പിടിക്കുക. ഇനി പതിയെ കാൽമുട്ടുകൾ മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുക. നടു നിവർത്തിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്യുവാനും മറക്കരുത്. ഓരോ തവണയും ശ്വാസം എടുക്കുവാനും വിടുവാനും ശ്രദ്ധിക്കുക. ഒരു 10 മുതൽ 15 തവണ വരെ നിങ്ങൾക്ക് ഇത് തുടരാം. കാൽപാദങ്ങൾ രണ്ടും കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക. നടുവ് നിവർത്തിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ തുടയിലമർത്തി സാവധാനം മുന്നോട്ട് ബെൻഡ് ചെയ്യുക. ഈ ഒരു പൊസിഷൻ 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടേയിരിക്കുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഉയർന്നു വരിക. നടുവേദനയുള്ളവർ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അധികം ഫ്രണ്ടോട്ട് ബെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. തറയിൽ മലർന്ന് കിടക്കുക. 2 കാലുകളും പരസ്പരം ബെൻഡ് ചെയ്ത് നമ്മൾ ബദ്ധകോണാസനയിൽ ചെയ്തതുപോലെ കാൽവിളകൾ പരസ്പരം ചേർത്ത് ലോവർ ബാക്ക് തറയിൽ അമർന്നിരിക്കുന്നത് പോലെ മലർന്ന് കിടക്കുക. ഈ 2 കൈകളും തലയുടെ പുറകിലായി കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് എൽബോകളിൽ ഹോൾഡ് ചെയ്യുക. സാവധാനം റിലീസ് ചെയ്യുക. തറയിൽ കമന്ന് കിടക്കുക. പാംസ് രണ്ടും ഷോൾഡറിന് താഴെയായിട്ട് വയ്ക്കുക. ഫോർഹെഡ് തറയിൽ വയ്ക്കുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് തല സാവധാനം മുകളിലോട്ട് ഉയർത്തി ഷോൾഡർ രണ്ടും പുറകിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് സാവധാനം ഉയർന്നു വരിക. ലോവർ ആബ്ഡോമൻ തറയിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു 15 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. ശ്വാസോച്ഛ്വാസം ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേസൊക്കെ റിലാക്സ് ചെയ്തിടുക. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം റിലാക്സ് ചെയ്യുക. കമഴ്ന്ന് കിടന്ന് കൈകൾ രണ്ടും നിവർത്തി നമ്മുടെ അബ്ഡമിന് താഴെ എൽബോസ് നന്നായി അടുപ്പിച്ചു വയ്ക്കുക. താടി മുന്നിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വലത്തേക്കാൽ സാവധാനം മുകളിലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലത്തേക്കാൽ സാവധാനം താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തേക്കാൽ സാവധാനം മുകളിലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തേക്കാൽ സാവധാനം താഴ്ത്തുക. ഇനി എൽബോസ് കുറച്ചും കൂടി നന്നായി അടുപ്പിച്ച് വയ്ക്കുക. ചിഹ്നം നന്നായിട്ട് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൈകൾ നിലത്ത് പ്രസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്ത് ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും സാവധാനം മുകളിലോട്ട് ഉയർത്തുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴത്തോട്ട് വരിക. ഇനി നമുക്ക് റിലാക്സ് ചെയ്യാം. ഫോർഹെഡ് തറയിൽ ഉറപ്പിച്ച് വയ്ക്കുക. കാലുകൾ രണ്ടും ബെൻഡ് ചെയ്ത് കൈകൾ രണ്ടും കൊണ്ട് 2 കാലുകളും 2 കാൽപാദങ്ങളും ഹോൾഡ് ചെയ്യുക. ആംഗിളുകൾ ഹോൾഡ് ചെയ്യുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തല മുകളിലോട്ട് ഉയർത്തുക. 2 കൈകൾ കൊണ്ടും കാൽപാദങ്ങൾ ഉയർത്താൻ ശ്രമിക്കുക. ഈ ഒരു പൊസിഷൻ 15 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴത്തോട്ട് വരിക. കൈകൾ റിലീസ് ചെയ്യുക. കാലുകൾ റിലീസ് ചെയ്യുക. ഇനി റിലാക്സ് ചെയ്യാവുന്നതാണ്. നടുവ് നിവർത്തിയിരിക്കുക. ചെസ്റ്റ് ഓപ്പൺ ആക്കി ഷോൾഡർ റിലാക്സ് ചെയ്ത് 2 കൈകളും അബ്ഡോമനിലും ചെസ്റ്റുമായിട്ട് പ്ലേസ് ചെയ്യുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം റിലീസ് ചെയ്യുക. നമ്മുടെ ശ്വാസത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്രീത്തിങ് തുടരുക. നടുവ് നിവർത്തിയിരിക്കുക. ശേഷം വലത്തെ മൂക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. ഇടത്തെ മൂക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് സാവധാനം വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. വലത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക.
വലത്തെ മൂക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്കൊരു 6 മുതൽ 8 തവണ ചെയ്യാവുന്നതാണ്. 2 തമ്പുകൾ കൊണ്ട് നമ്മുടെ ഇയർ ഹോളുകൾ ബ്ലോക്ക് ചെയ്യുക. ഒരു വിരൽ ലിപ്സിന് താഴെയായിട്ട് ഹോൾഡ് ചെയ്യുക. നമ്മുടെ റിംഗ് ഫിംഗർ മൂക്കിന് താഴെയായിട്ട് പ്ലേസ് ചെയ്യുക. നമ്മുടെ മിഡിൽ ഫിംഗർ കണ്ണുകൾക്ക് മുകളിൽ പ്രസ് ചെയ്യാതെ ജസ്റ്റ് റിലാക്സായി പ്ലേസ് ചെയ്യുക. ഇനി നമ്മുടെ 2 ഇൻഡെക്സ് ഫിംഗറുകളും നെറ്റിയുടെ 2 സൈഡിലായിട്ട് വെക്കുക, അതായത് ഐബ്രോസിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യുക. ഇനി നന്നായി ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ ഇതുപോലൊരു ഹമ്മിങ് ബീ സൗണ്ടിൽ ശ്വാസം പുറത്തോട്ട് വിടുക. ഇത് നിങ്ങൾക്ക് ഒരു 6 പ്രാവശ്യം ചെയ്യാവുന്നതാണ്.